Subscribe my channel and enable bell icon to get notifications. Good morning all of you. Welcome to SCS Academy. I am Sajna Shias. ഇന്ന് ഞാൻ +1 ഹിന്ദി മോഡൽ എക്സാമിനേഷൻ ഓഗസ്റ്റ് 2020 ഓഗസ്റ്റ് 31 നടന്ന മോഡൽ എക്സാം ഹിന്ദി പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മോഡൽ എക്സാം നല്ല എളുപ്പമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ബിക്കോസ് നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കുറച്ചെങ്കിലും നിങ്ങൾക്ക് എഴുതുന്നതിൽ എന്തെങ്കിലും ലാംഗ്വേജ് ഫ്ലുവൻസി, ലാംഗ്വേജ് എഴുതുന്നതിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ജനറൽ പാർട്ടിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 1 വേർഡ് ആയിക്കോട്ടെ, അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസാണ്. എത്ര പഠിക്കാത്ത കുട്ടിക്കും വെറുതെ ഒന്ന് ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ വെറുതെ സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിലും ആൻസർ കിട്ടും. അത്രത്തോളം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിനേഷനും എത്രത്തോളം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാകും, അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതോടൊപ്പം ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വളരെ ലിബറലായിട്ടാണ് ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്നത്. വളരെ ലിബറലായിരിക്കും, പേടിക്കേണ്ട കാര്യമില്ല. എക്സാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എല്ലാവരും എഴുതുക. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷനും ഉണ്ടാവുക. ഓക്കെ, ലിബറലായിട്ടുള്ള ചെക്കിംഗ് ആയതുകൊണ്ട് തന്നെ, വാല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട. നിങ്ങൾ ആൻസർ ഒരുവിധമെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാക്സിമം സ്കോർ കിട്ടും. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. ഒരുപാട് റിക്വസ്റ്റ് എനിക്കുണ്ടായിരുന്നു. മാം, ക്വസ്റ്റ്യൻ പേപ്പർ റിക്വസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് അല്ലേ. സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇതിൽ തന്നെ നിങ്ങൾക്കുള്ള ഇൻട്രൊഡക്ഷൻ, അതായത് കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നേക്കുന്നത്. 80 മാർക്സിൻ്റെ അതാണ്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് 80 മാർക്സിന് എഴുതാൻ പാടുള്ളൂ. 160 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും 20 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈമാണ്. 2.5 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം റൈറ്റിംഗ് ടൈം. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷനും ശ്രദ്ധിക്കുക. क्वेश्चन नंबर 1, सूचना 1 से 8 तक के प्रश्नों में से किन्हीं 4 के उत्तर लिखे. 1 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ ആൻസർ എഴുതിയാൽ മതിയാകും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. 4 മാർക്കാണ് ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനുതാപ് കിസ് വിധാ की रचना है? अनुताप एक लघु कथा है. सिंपल क्वेश्चन. सेकेंड, नंबर 2, जुलूस नाटक के किसी एक पात्र के नाम लिखे. जुलूस नाटक के एक प्रमुख पात्र हैं इब्राहिम अली. अदरवाइज നമുക്ക് എഴുതാം മൈക്കു, ബീർബൽ സിംഗ്, ദീൻ ദയാൽ, ശംഭുനാഥ്, ഏത് വേണമെങ്കിലും, എനി ഓഫ് വൺ, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതിയാകും. നമ്പർ 3, മധുരിതു കിസ്കി കവിത ഹെ? ജയശങ്കർ പ്രസാദ് की कविता है. नंबर 4, प्रभुता से प्रभु दूरी, प्रभुता से कौन दूर हो जाता है? ആ ഒരു ഇതിൽ തന്നെ ഉണ്ട്, സെൻറ്റൻസിൽ തന്നെ ഉണ്ട് അർത്ഥം എന്താണെന്നുള്ള, ആൻസർ എന്താണെന്നുള്ളത്. പ്രഭുതാ സെ കോൺ ദൂർ ഹോത്താ ഹെ? പ്രഭു ദൂർ ഹോത്താ ഹെ. പ്രഭു मतलब ईश्वर दूर होता है. क्वेश्चन नंबर 5, जिस पर अंकित है आंसू, थकान, विश्राम और प्रेम की स्मृतियाँ. किस पर? पत्थर के बेंच पर. पत्थर के बेंच पर अंकित है आंसू, थकान, विश्राम और प्रेम की स्मृतियाँ. ओके. क्वेश्चन नंबर 6, संभ्रांत महिला किस गाड़ी से यात्रा कर रही थी? संभ्रांत महिला रेलगाड़ी से यात्रा कर रही थी. क्वेश्चन नंबर 7, हेमा किस कहानी का पात्र है? हेमा दुख कहानी का पात्र है. क्वेश्चन नंबर 8, आदमी भी क्या अनोखा जीव होता है? यह किसने कहा? आदमी भी क्या अनोखा जीव होता है? यह चांद ने कहा है. चांद ने कहा है. नेक्स्ट सेक्शन എന്ന് പറയുന്നത് 9 से 14 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखे. 9 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 3 എണ്ണം സെലക്റ്റീവായിട്ട് എഴുതാണ് വേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് 2 മാർക്ക് വീതമാണ്. ഓക്കെ. നമ്പർ 9, क्वेश्चन नंबर 9, पत्थर की बेंच पर बैठकर बच्चा क्या कर रहा था? करेक्ट ആയിട്ട് 2 മാർക്കിന്റെ കറക്റ്റ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ पत्थर की बेंच पर बैठकर रोते हुए बच्चा बिस्कुट कुतर रहे थे. रोते हुए बच्चा बिस्कुट कुतर रहे थे. अदरवाइज बिस्कुट कुतरते ही चुप हो रहा है. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഈ സെൻറ്റൻസ് എഴുതാം. ബിസ്കുട്ട് കുത്തർ രഹാ था. ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, കാർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അതിൻ്റെ ആൻസർ. നമ്പർ 10, रिक्शे से उतरकर यात्री अपराधी की भांति सिर झुकाए चल रहा था. क्यों? यात्री ने सोचा कि
उसकी हमदर्दी के अभाव में ही असलम की मृत्यु हुई है, इसीलिए यात्री अपराधी की भांति सिर झुकाए चल रहा था. യാത്ര വിചാരിച്ചിരുന്നത് തൻ്റെ ദയയില്ലായ്മ കാരണമാണ് അസ്ലമിന്റെ മരണം സംഭവിച്ചതെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു അപരാധിയെ പോലെ തലകുനിഞ്ഞ് നടന്നത്. नंबर 11, क्वेश्चन नंबर 11. दुख में सुमिरन सब करे, सुख में करे न कोई, जो सुख में सुमिरन करे तो दुख काहे हुई. इस दोहे का तत्व क्या है? ആശയം കറക്റ്റ് ആയിട്ട് എഴുതാനല്ല പറഞ്ഞിരിക്കുന്നത്, തത്വ ക്യാ ഹെ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതിനനുസരിച്ച് എഴുതിയാൽ മതിയാകും. इस दोहे में हमें ऐसा एक तत्व मिलते हैं कि हमें हमेशा ईश्वर का स्मरण करना चाहिए. सुख और दुख दोनों समयों पर हम किसका स्मरण करना चाहिए? ഈശ്വർ കാ സ്മരൺ കർണാ ചാഹിയെ. ദുഃഖത്തിലായാലും സുഖത്തിലായാലും നമ്മൾ ആരെ ഓർക്കണം? ഈശ്വരനെ ഓർക്കണം എന്നുള്ള ഒരു തത്വമാണ് നമുക്ക് ഈ ഒരു ദോഹയിലൂടെ കബീർദാസ് ജി നൽകാനായി ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ആൻസർ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഭാഗോ സൂഖേ തിൻകോ. सूखे तिनको से क्या तात्पर्य है? भागो सूखे तिनको. इसमें सूखे तिनको से तात्पर्य यह है कि प्रेम विहीन लोग, प्रेम അല്ലെങ്കിൽ प्रणयहीन दिल, प्रेम विहीन लोगों को भागने के लिए कह रही है. सूखे तिनको मतलब प्रेम विहीन लोग. ओके. क्वेश्चन नंबर 13. वृद्ध संभ्रांत महिला फल और फूलों के बीज क्यों फेंक रहे हैं? വൃദ്ധയായിട്ടുള്ള ആ സംഭ്രാന്ത മഹിള ഈ പൂക്കളുടെയും ഫലങ്ങളുടെയും ഒക്കെ വിത്തുകൾ എന്തിനു വേണ്ടിയിട്ടാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്? കിസ്ലിയെ? क्योंकि उनका विश्वास था कि इनमें से कुछ अगर जड़ पकड़ लेंगे तो लोगों को इसका कुछ फायदा होगा, इसीलिए उन्होंने फल और फूलों के बीज फेंकते रहे. അതെ, അവർ വിശ്വസിച്ചിരുന്നത് ഈ എറിയുന്ന പൂക്കളുടെയും പഴങ്ങളുടെയൊക്കെ വിത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മുളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അവർ റെയിൽഗാഡിയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു വിത്തുകൾ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നത്. नंबर 14, क्वेश्चन नंबर 14. अपराध कहानी में पिताजी ने बड़े भाई को मारा क्यों? अपराध कहानिയിൽ പിതാജി ബഡേ ഭായിയെ അടിച്ചു, ഉപദ്രവിച്ചു. എന്തുകൊണ്ട്? हाथ का खटबल चट्टान से टकराकर उछला था और सीधे छोटे के माथे पर आकर लगा था. माथा टूटकर खून बहने लगा था. उस दिन छोटे ने पिताजी से झूठ बोला कि बड़े ने ही मुझे इस खटबल से मारा था. ऐसे एक झूठ बोलने की वजह से छोटे ने पिताजी से बड़े के बारे में झूठ बोला. उस वजह से ही पिताजी ने बड़े भाई को मारा था എന്നുള്ള രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മതിയാവും. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഞാൻ പിന്നെ കണ്ടന്റ് ആയിട്ട്, അതായത് അതിൻ്റെ ആശയം എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 15 से 24 तक के प्रश्नों में से किन्हीं 5 के उत्तर लिखना है. एक क्वेश्चन का 6 मार्क मिलेगा. ഓക്കെ. ഈ തന്നേക്കുന്ന 15 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 5 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ 5 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 6 മാർക്ക് വീതമാണ്. ടോട്ടൽ ഈ സെക്ഷനിൽ നിന്ന് 30 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. കവിതാംശ് की आस्वादन टिप्पणी लिखें. നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ ആണ്. ആസ്വാദൻ ടിപ്പണി എന്തായാലും വരും എന്നുള്ളത് അല്ലേ. ആശാസെ അങ്കുർ ചൂലേങ്കെ പല്ലവ് പുലകിത് ഹോഗെ മേരെ കിസ്സലേക്കാ ലഘുഭവ യഹ ആഹ് ഖിലേഗ കിൻകോ. ഇത് ഏത് ചാപ്റ്ററിലെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഏത് ചാപ്റ്ററിലെയാണ്? മധുരതു എന്ന കവിതയിലെ ഭാഗമാണ് ഈ തന്നേക്കുന്നത്. മധുരതു എഴുതിയത് ജയശങ്കർ പ്രസാദ് ജിയാണ്. സോ നമ്മൾ അദ്ദേഹത്തിന്റെ ഈ ഒരു കവിതയിലെ ഈ ഭാഗത്തിനെ കുറിച്ചുള്ള ഒരു ആസ്വാദൻ ടിപ്പണിയാണ് ചോദിച്ചേക്കുന്നത്. മെയിനായിട്ടും ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസ്വാദൻ ടിപ്പണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാസേജ്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വേണം. ആ പാരഗ്രാഫിൽ ജയശങ്കർ പ്രസാദ് ജിയെ കുറിച്ച് 1-2 സെന്റൻസ് എഴുതുക. അതിനുശേഷം മെയിൻ പാരഗ്രാഫ്, അതായത് ആശാസെ അങ്കുർ ചൂലേങ്കെ പല്ലവ് പുളകിത് ഹോങ്കെ മേരെ കിസലേക്കാ ലഘുഭവ്യഹ് ഹാ ആ കിലേഗ കിൻകു. ഇതിന്റെ ആശയം എഴുതുക. എന്താണ്? മധുരതു കെ വസന്ത് കാൽ മേം ആശാ കെ അങ്കുർ
छूलेंगे, पल्लव कैसे होगा, पुलकित हो जाएगी, और മേരെ കിസ്സലേക്കാ ലഘുഭവ്യ ഹാ കിലേക കിൻകോ, എൻ്റെ ജീവിതത്തിലെ ആ ഒരു ചെറിയ ലോകം എത്രത്തോളം മനോഹരമായി മാറുന്നു എന്നുള്ളതനുസരിച്ചിട്ടുള്ള ആ ആശയത്തിനെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. അതിനുശേഷം തേർഡ് പാരഗ്രാഫ് ഛായാവാദി വിശേഷതായും ഈസ് കവിതാമ്യം ദർശനീ ഹെ എന്നുള്ള രീതിയിൽ ഒന്നോ രണ്ടോ സെന്റൻസും കൂടി എഴുതിയാൽ നിങ്ങളുടെ ടിപ്പണി റെഡിയാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു ആശയം എന്താണോ ആ ഒരു ആശയം മാത്രം നിങ്ങൾ അവിടെ വ്യക്തമാക്കിയാൽ മതിയാകും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 മാർക്സിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ये कदन पढ़े और ഇബ്രാഹിം അലിക്ക് ചരിത്ര पर टिप्पणी लिखे. ഈ തന്നേക്കുന്ന ഈ ഒരു ആശയം, ഈ ഒരു കഥൻ നോക്കുക. അതിനുശേഷം ഇബ്രാഹിം അലിയുടെ ടിപ്പണി, ആശയം, ക്യാരക്ടറൈസേഷൻ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുക, ആ ക്യാരക്ടർ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വാപ്പസ് तो हम ना जाएंगे, ഞങ്ങൾ തിരിച്ചു പോകില്ല എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലിയുടെ ഏതൊരു ക്യാരക്ടറിനെയാണ് അവിടെ കാണിക്കുന്നത്? ദൃഢനിശ്ചയം അല്ലേ, വന്ന കാര്യം ഞാൻ സാധിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയവും, അതുപോലെ തന്നെ നിഡർ, പേടിക്കാതെ അല്ലേ. ബീർബൽ സിംഗ് ഒരു പോലീസ് അധികാരിയാണല്ലേ, അതായത് ഒരു സിപ്പായിയാണ്, അദ്ദേഹത്തിനെ ഭയപ്പെടുന്നില്ല. നിഡർ ഹോക്കർ വോ അപ്നി സിർ ചുക്കായെ സിർ ഉഠാത്തെ ഹുയെ കഹ് രഹി ഹെ കി വാപ്പസ് തോ ഹം ന ജായെങ്കി, തിരിച്ചു ഞങ്ങൾ പോകില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ദൃഢനിശ്ചയഭാവം, അതുപോലെ തന്നെ നിഡർ എന്ന ഈ രണ്ട് ക്യാരക്ടർ, ഈ ഒരു സ്വഭാവത്തെ അവിടെ കാണിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസ്, ഹം ദുക്കാനേം ഡൂട്ട്നെ യാ മോട്ടറേം തോടനെ നെഹിം നിക്ലെ ഹെ, ഞങ്ങൾ എന്താണ് ദുക്കാൻ, കടകളെ അടിച്ചു പൊട്ടിക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങളെ നശിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഇബ്രാഹിം അലിയുടെ ആ ഒരു അഹിംസാവാദി ചിന്താഗതി, ഗാന്ധിജി കെ ജോ അഹിംസാവാദി ചിന്താഗതി സെ वो जो इब्राहिम अली तो प्रभावित थे, उनके वो अहिंसावादी ക്യാരക്ടർ को ही वहाँ दिखा रही है. അഹിംസാവാദി, അദ്ദേഹത്തിന്റെ അഹിംസാവാദി സ്വഭാവ ഗുണത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. തേർഡ് സെന്റൻസ്, ഹമാര മക്സദ് ഇസ്സെ കഹി ഊഞ്ചാ ഹെ, ഞങ്ങളുടെ ലക്ഷ്യം ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഉയരെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആത്മവിശ്വാസി അല്ലെ, അദ്ദേഹം അവിടെ എത്തിച്ചേരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടെ വ്യക്തമാണ്. പ്രത്യാശ അവർ പ്രതീക്ഷ, നാളെ അവിടെ എത്താം എന്നുള്ള ആ ഒരു ആഗ്രഹം, അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ, ഞങ്ങൾ അവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും, അവിടെ എത്തിച്ചേരണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹവും ഒക്കെ ആ ഒരു സെന്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടറൈസേഷൻ ഈ ഒരു സെന്റൻസിനെ ബേസ് ചെയ്തിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ദൃഢനിശ്ചയം എഴുതാം, നിഡറാണ്, അഹിംസാവാദി ചിന്താഗതി, ആത്മവിശ്വാസി. പ്രത്യാശ और പ്രതീക്ഷ रखने वाले आदमी. ഇത്രയും പോയിന്റ്സ് നമുക്ക് ഈ ഒരു കഥനെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എഴുതാൻ സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. बुरा जो देखने में चला बुरा न मिलिया कोई जो दिल खोजो अपना मुझसा बुरा न कोई. ഇത് കബീർദാസ്ജിയുടെ ദോഹയാണ്. ഈ ദോഹയുടെ ഭാവാർത്ഥാണ് നിങ്ങൾക്ക് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് എഴുതിയാലും, ഞാൻ പറഞ്ഞു പോയം എഴുതുമ്പോൾ ടിപ്പണി പോലെ തന്നെയാണ് ഭാവാർത്ഥം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാവാർത്ഥം എഴുതുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച്, അതായത് കബീർദാസ്ജിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. കബീർദാസ്ജി നിർഗുൺ ഭക്തി ശാഖ കെ പ്രമുഖ കവി थे, വഹ് ഏക് സമാജ് സുധാരക് थे എന്ന് എഴുതാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രചനയാണ് ബീജക്, ഉൻകെ ഏക് പ്രമുഖ രചന ഹെ ബീജക് എന്ന് എഴുതി. ബീജക് എന്ന രചന അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള രചനയാണെന്ന് എഴുതി. 3 സെന്റൻസസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സെന്റൻസ് ആണ്, അത് 3 എഴുതിയാൽ മതിയാകും. അതിനുശേഷം ഈ 2 ലൈനിലെ ഈ സ്റ്റാൻസയിലെ ഭാവാർത്ഥം, അതിന്റെ ഭാവം എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതാം? പ്രസ്തുത ദോഹേമേം കബീർദാസ് जी कहते हैं कि दूसरे लोगों की बुराई ढूंढकर निकलने से कोई फायदा नहीं है, किसी को भी हम नहीं देख पाएंगे. അദ്ദേഹം പറയുന്നു, मैं दूसरों की बुराई ढूंढकर निकला था लेकिन मुझे कोई नहीं मिला, ऐसे बुराई वाला कोई नहीं मिला. जब मैं अपने ही दिल में खोजा तो मुझे समझ में आया कि मेरा जैसा बुरा और कोई इस दुनिया में नहीं है എന്നുള്ളൊരു ഭാവമാണ്, ആ ഒരു അർത്ഥമാണ്, ആ ഒരു ഭാവാർത്ഥാണ് നമുക്ക് ഈ ദോഹയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരു കൺക്ലൂഷനോട് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു ഭാവാർത്ഥത്തിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും, അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ,
അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് അപ്നെ ആപ്പ് സുധാർന ചാഹിയെ, അത് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം, സ്വയം തിരുത്തണം, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് പറഞ്ഞ് നമ്മുടെ ഈ ടിപ്പണി ഭാവാർത്ഥം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 18, ജീവൻ വൃത്ത് കെ ആധാർ പർ ചിത്ര മുതുകൽ കെ ബാരെ മേം ഏക് അനുച്ഛേദ് ലിഖേ. ഇതൊക്കെ നിങ്ങളുടെ ഫ്രീ ഹിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കാരണം ആൻസർ അതിൽ തന്നെയുണ്ട്. അതിൽ ഒന്നോ രണ്ടോ സെൻറ്റൻസുകളോ ഒന്നോ രണ്ടോ എന്താ പറയുന്നത് വിഭക്തികളും ചേർത്ത് ആ ഒന്ന് യോജിപ്പിച്ചാൽ, ആ സെൻറ്റൻസുകളെ, വാക്കുകളെ, ആ ശബ്ദങ്ങളെ ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുത്താൽ നമുക്കുള്ള ആൻസറായി. ജീവൻ വൃത്ത് തന്നിട്ടുണ്ട്, അതിനെ എന്ത് ചെയ്യണം, അനുച്ഛേദ് ലേഖൻ, പാരഗ്രാഫ് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നാം തന്നിട്ടുണ്ട്, ജന്മ തന്നിട്ടുണ്ട്, പ്രമുഖ രചനായും പുരസ്കാർ. എപ്പോഴും ബഹുമുഖി സാഹിത്യ പ്രതിഭ, ഒരു രചനാകാർ, ചിത്ര മുതുകൽ പല രീതിയിലും എഴുതിയിട്ടുള്ള അദ്ദേഹം ലേഖികയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ബഹുമുഖി സാഹിത്യिक പ്രതിഭ ചിത്ര മുതുകൽ का जन्म 10 दिसंबर 1946 में हुआ था. ഓക്കെ, അങ്ങനെ എഴുതാം ആദ്യത്തെ സെന്റൻസ്. അത് കഴിഞ്ഞിട്ട് അവരുടെ രചനകളെ കുറിച്ച് എഴുതാം. ഗിലിഗഡു, ആവ, ഭൂഖ്, ലപटे, एक जमीन अपनी आदि उनकी प्रमुख रचनाएं हैं. ओके. इंदु शर्मा कथा सम्मान, उत्तर प्रदेश साहित्य भूषण आदि पुरस्कारों से भी आप सम्मानित है. ഓക്കെ, ഇത്രയും ഇതിലുള്ളത് തന്നെ നിങ്ങളൊന്ന് സെന്റൻസ് ആക്കി എഴുതിയാൽ മതി. ഇനഫ്, നിങ്ങളുടെ ആൻസർ റെഡിയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19, പാത്ര ഓർ ഘടനാവും കാ മിലാൻ കരെ. ക്യാരക്ടർ നെയിം, അതിനനുസരിച്ചിട്ടുള്ള ഘടനകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങളെ എന്ത് ചെയ്യുക, യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. यात्रियों को टिकट देना, टिकट बाबू. यात्रियों को टिकट देना ആരാണ്? ടിക്കറ്റ് ബാബുവാണ് യാത്രികൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. ആംകി ഗുഡ്ലിയാൻ പോന, ബൂട്ട ആത്മിയാണ് മാങ്ങയുടെ വിത്തുകൾ പാകിയത്. സുന്ദർ ലിപി മേം ലിഖ്ന, ബാങ്ക് ക്ലർക്കാണ് സുന്ദർ ലിപിയിൽ എഴുതിയത്, അക്ഷരത്തിൽ എഴുതിയത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 20, കവിതാംശ का आशय लिखे. തന്നേക്കുന്ന കവിതാംശിനെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. इस पत्थर के बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. इसे उखाड़ कर ले जाए अथवा तोड़ भी जा सकता है. ഈ ഒരു ലൈൻസിനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ ആശയം എന്താണെന്നുള്ളത് വ്യക്തമാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എഴുതുന്നതിന് മുന്നോടിയായിട്ട്, ഇത് നമ്മുടെ ഏത് ചാപ്റ്ററിലെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പത്തർ കി ബെഞ്ച് എന്ന ചാപ്റ്ററിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. പത്തർ കി ബെഞ്ച് എന്ന ചാപ്റ്ററിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. ചന്ദ്രകാന്ത് ദേവ്താലെയാണ് അദ്ദേഹമാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. സോ അദ്ദേഹത്തിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക. അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ജന്മവും അദ്ദേഹത്തിന്റെ രചനകളുണ്ട്. ഹഡിയോ മേം छिपा स्वज्वर, ദീവാരോं पर खून से, അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ രചനകൾ അദ്ദേഹത്തിന്റെ ജന്മവും എഴുതണമെന്നില്ല, അദ്ദേഹത്തിന്റെയാണ് ഈ കവിത, ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനകളാണ് എന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ ഈ കവിതാ ഭാഗത്തിന്റെ ആശയം വ്യക്തമാക്കുക. इस विकराल समय में पत्थर के बेंच के अस्तित्व पर कवि क्या कर रहे हैं, आशंकित हैं, क्योंकि किसी भी नामालूम विषय पर लड़ाई होने वाले इस समय पर इस पत्थर की बेंच के लिए भी एक दिन लड़ाई शुरू हो सकता है और इसे भी उगाड़ कर ले जाने की या तोड़ने की संभावना है. ऐसे कवि इस पत्थर के बेंच के बारे में सोचकर आशंकित है എന്നെഴുതാം. നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ ആശയം, അതായത് കവിതാംശം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ കവിത നമുക്ക് കൺക്ലൂഡ് ചെയ്യണമല്ലോ, നമ്മൾ എന്തായാലും ടിപ്പണി എഴുതുമ്പോൾ കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. കവിതയുടെ ആശയമാണെങ്കിലും അതിന് കൺക്ലൂഷനും വേണം. അപ്പോൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ കവിത एक प्रतीकात्मक है, पत्थर की बेंच सार्वजनिक स्थानों का प्रतीक है. आज में घटती जा रही सार्वजनिक स्थानों के प्रश्नों पर ഉംഗലി ഉഠായെ ഹുയേ ഹി കവി ഇസ് കവിത കി രചന കിയാ ഗയാ ഹെ എന്നെഴുതി നമുക്ക് ഇതിന്റെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് കവിതാംശം ഈ ഭാഗത്തിലെ. അംഗ്രേസി സംവാദ് കാ ഹിന്ദി മേം അനുവാദ് കരെ. ഇത് നിങ്ങളുടെ ഫ്രീ ഹിറ്റ് ആണ്, കാരണം ഇതിൽ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ വലിയ മിസ്റ്റേക്സ് ഒന്നും വരില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ തരുള്ളൂ. കോൺവെർസേഷൻ ആയിട്ടാണ് തരുന്നത്, വാർത്താലാപ് ബാത്ചീത്താണ് തരുന്നത്. അതിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക ഹിന്ദിയിലോട്ട്. അപ്പോൾ അതിലുള്ള ഹാർഡ് വേർഡ്സ് ആയിട്ടുള്ള ഹോംവർക്ക് സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഗൃഹകാരി എന്ന് ആണ് ഹിന്ദിയിലെ വേർഡ്. ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ പൂരാക്കിയ എന്ന് യൂസ് ചെയ്യാം. രാം, ഹലോ ജോസഫ്, डिड यू फिनिश द होमवर्क. हेलो जोसेफ, क्या आपने अपनी गृहकार्य पूरा कर लिया है. ചോദിക്കാം. യെസ് जोसेफ, യെസ് आई फिनिश्ड. हाँ, मैंने पूरा किया. राम, क्या रहीम ने तुम्हारी मदद की. डिड रहीम हेल्प यू. क्या रहीम ने तुम्हारी मदद की. क्वेश्चन मार्क. जोसेफ, यस, हाँ. व्हाट अबाउट यू. आप क्या सोचते हैं या तुम्हारे बात क्या है.
നീ എഴുതിയോ, നിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നത് പോലെ. റാം, യെസ്, हाँ आई फिनिश्ड इट लास्ट नाइट इटसेल्फ, हाँ मैंने इसे कल रात ही पूरा किया था. ओके. क्वेश्चन नंबर 22. उन थोड़े से शब्दों द्वारा उन थोड़े से शब्दों द्वारा उस क्लर्क के जीवन में किंचित मात्रा भी क्यों न हो सुख तो पहुंच जा सका. लेखक अपनी आत्मकथा में इसका वर्णन करता है. വഹ ആത്മകഥാംശ തയ്യാർ കീജിയെ. ആത്മകഥയാണ് ഇവിടെ എഴുതേണ്ടത്. ആത്മകഥ എന്ന് പറയുന്നത് ക്ലർക്ക് അല്ലെ, ക്ലർക്കിന്റെ ബാങ്കിൽ बैंक में जब चलते हैं वहां जाकर वहां खाते के जो सारी बातें कर रही थी क्लर्क, तो वो लिख रहे थे. तो क्लर्क की वो ब्यूटीफुल हैंड राइटिंग को कौन देखा, उसकी लिपि को कौन देखा, सुंदर लिपि को कौन देखा, लेखक ने देखा. तो वो इन्होंने खुलकर बोला बहुत ब्यूटीफुल है, ऐसे बोला. तो वो क्लर्क के फेस तो कैसे हो गया, बहुत खिल उड़ा, ഹാപ്പിനെസ് സെ ഖില്ലുട അല്ലെ, ഖുഷി സെ ഖില്ലുട. അപ്പോൾ ഈ ഒരു സന്തോഷകരമായിട്ടുള്ള അത് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം അല്ലെ, ആത്മകഥാമേ മിസ്ക വർണ്ണൻ करता है, सुख तो पहुंचा सका. उन थोड़े से शब्दों द्वारा उस क्लर्क के जीवन में किंचित मात्रा भी क्यों न हो सुख तो पहुंचा सका. ലേഖക് अपनी ആത്മകഥാമേ മിസ്ക വർണ്ണൻ करता है. ലേഖകന്റെ ജീവിതം ക്ലർക്കിനെ കാണുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ക്ലർക്കിനോട് വളരെ ബ്യൂട്ടിഫുൾ ആണ് താങ്കളുടെ ലിപി എന്ന് പറയുന്നു അല്ലെ. ഇതൊക്കെ തനിയെ വീട്ടിൽ വന്നിട്ട് ലേഖകൻ എഴുതുകയാണ്. ലേഖകൻ തൻ്റെ ആത്മകഥ എഴുതുകയാണ് അല്ലേ. ആത്മകഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ ഇന്ന് സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഘടനയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ഘടന. ഇതേമാതിരി ഞാൻ ബാങ്കിൽ പോയി, അവിടെ വെച്ചൊരു ക്ലർക്കിനെ കണ്ടു. बैंक में गया तो वहाँ एक क्लर्क था, उसकी लिपि तो बहुत सुंदर सी थी और वो इतने अच्छे से लिख रही थी कि मैं मन ही मन उसके हैंड राइटिंग को, उसके लिपि को देखकर खुलकर मैं ब्यूटीफुल कह पाया, ब्यूटीफुल कह गया. तो मैंने देखा, मैं जब वो ऐसे कहा तो उस क्लर्क के फेस, उसके क्लर्क के चेहरा तो खुशी से खिल उड़ा. वो देखकर मैं बहुत खुश हो गई. मुझे लगा कि मेरे उस छोटी सी थोड़े से शब्दों द्वारा उस क्लर्क के जीवन में किंचित मात्रा में मैं सुख ला सकी. ये बात सुनकर, ये बात सोचकर मैं बहुत खुश महसूस कर रहे हैं എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ആത്മകഥ എഴുതുന്നത് പോലെ അങ്ങ് ആത്മകഥ സ്വയം എഴുതുകയാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു ഘടനയെ എൻ്റെ ആത്മകഥയിൽ അംശമാക്കി എഴുതുന്നു. അത് ആ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതിയാകും. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. क्वेश्चन नंबर 23. ओके. बच्चे की माँ और दिलीप दोनों के मुंह से निकलते हैं भूख नहीं है. दोनों के सामाजिक परिप्रेक्ष्य में इन कथन की विवेचना करके टिप्पणी लिखे. അവരുടെ രണ്ടുപേരുടെയും എന്താണ് എന്താ പറയുന്നത്, ദിലീപ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ ധോനും ദിലീപും അതുപോലെ തന്നെ അമ്മയും എന്ത് ചെയ്യുന്നുണ്ട്, അവർ രണ്ടുപേരും മുझे ഭൂഖ് നഹി ഹെ എന്ന് പറയുന്നുണ്ട് അല്ലെ. അവരുടെ ഈ ഒരു ആശയത്തിനെ വിവേചൻ करते हुए इन शब्दों को विवेचन करते हुए സാമാജിക് പരിപ്രേക്ഷ്യമേയും ഇസ് കഥൻ की വിവേചന करके ടിപ്പണി ലിഖെ. അതാണ് ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഘടനയെ ബേസ് ചെയ്ത് എഴുതാൻ പറ്റും. പക്കൗടെ भेजकर वापस आए बच्चे को माँ ने सूखी रोटी खाने को दी, लेकिन माँ ने कुछ भी नहीं खाया था. बच्चे ने माँ को खाने के लिए मजबूर किया. तब वे कहने लगे कि उन्हें भूख नहीं. असल में माँ स्वयं भूखी रहकर अपने बेटे को खिलाना चाहती थी. यहाँ धनाभाव से ग्रस्त भूख का चित्रण हम देख पाएंगे. दिलीप पकौड़ा भेजने वाले बालक के साथ छुट्टा वापस लेने उसका घर पहुंच गया था. बालक और माँ की दयनीय दशा पर उसे बहुत दुख हुआ. वह घर लौट आया. तब नौकर ने खाना तैयार होने की सूचना उन्हें दी. दिलीप ने उसकी और बिना देखे कहा भूख नहीं है. छोटे बालक के प्रति उसके मन में हमदर्दी की भावना भरी हुई थी, इसलिए उसे ഭൂഖ് മെഹസൂസ് നെഹി ഹുയി അല്ലെ. രണ്ടുപേരും രണ്ട് ഘടനയായിട്ടാണ്, രണ്ടിടത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഘടനയെ ആസ്പദമാക്കിയിട്ടുള്ള ടിപ്പണി. ഇങ്ങനെ എഴുതിയാൽ ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മാർക്ക് ഫുൾ ആയിട്ടും കിട്ടും, അരമാർക്ക് പോലും മിസ്സാവില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 24. कहना नहीं आता कविता के आधार पर, कहना नहीं आता कविता के आधार पर हाशिष्कृत
हाशिष्कृत नारी विषय पर एक लेख तैयार करें. हाशिഷ്कृत नारी विषय पर ഒരു ലേഖനം ആശ്രിതരായിട്ടുള്ള നാരി, ആശ്രിതയാണ് നാരി എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കി നിങ്ങളൊരു ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. परिवार में नारी का शोषण, समाज में नारी का उत्पीड़न, अपने अधिकारों के प्रति सचेत, ഈ പോയിന്റ്സിനെല്ലാം കൂടി ഇതിനെല്ലാം ഇലാബറേറ്റ് ചെയ്ത് വിശദീകരിച്ച് അതിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഴുതാം. प्राचीन काल से ही नारी किसी न किसी पर आश्रित रहती आई है, इसीलिए नारी को पराश्रिता कहा जाता है. बचपन में नारी माता पिता के आश्रय में रहती है, विवाह के बाद पति के संरक्षण में तथा बुढ़ापे में बच्चों के आश्रय में रहती है. प्राचीन काल से उसकी स्थिति हर रूप में पराधीन रही है. संपत्ति पर अधिकार न होना उनकी दीन दशा का मुख्य कारण था. धन पुरुष कमाता था, अतः धन पर पुरुष का अधिकार ज्यादा होता था. पुराने समाज में नारी बिल्कुल हाशिए पर थी. उसे उन्नति के पद पर अग्रसर होने का अवसर प्राप्त नहीं था. सब कहीं उसकी उपेक्षा की जाती थी. प्राचीन समाज में ही नहीं, पौराणिक ग्रंथों में यशोधरा, उर्मिला जैसे हाशिएकृत नारी के अनेक उदाहरण हमें देख पाएंगे. हम देख सकते हैं. स्त्री को घर के कामकाज की पूर्ति की सामग्री समझते थे. घर के बाहर की दुनिया से वह बिल्कुल अपरिचित थी. समाज में उनका स्थान निम्न स्तर पर था. आधुनिक समाज में नारी की स्थिति में कुछ सुधार तो आया है, लेकिन क्या करे प्रतिशत हम देखे जाए थे तो 80% से अधिक नारी अब भी हाशिए पर है. भारतीय समाज में अभी तक नारी को उतना सम्मानजनक स्थान प्राप्त नहीं हो सका है जितना उसे मिलना चाहिए. नारी भी भारतीय समाज की अभिन्न अंग हम मानना चाहिए. उन्हें भी अधिकारों में शामिल करना चाहिए. उन्हें भी अधिकारों में हिस्सा देना चाहिए. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് പോയിന്റ്സ് വേണമെങ്കിലും ഈ ഒരു ലേഖിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ടോപ്പിക് എന്ന് പറയുന്ന ജനറൽ ആയിട്ട് ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25 മുതൽ 34 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 5 നിങ്ങൾ സെലക്റ്റീവായിട്ട് എഴുതിയാൽ മതിയാകും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25 എന്ന് പറയുന്നത് സംക്ഷേപനാണ്. ചുരുക്കി എഴുതുക, 3-1 ചുരുക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 25 ഖണ്ഡ് കാ സംക്ഷേപൻ കരേ और उचित शीर्षक दे. നമ്മുടെ ബാങ്ക് ക്ലർക്ക് ആനന്ദ് കി ഫുൾചാടി എന്ന ചാപ്റ്ററിലെ ഘടനയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഇതിൽ തന്നേക്കുന്നത്. എന്താണ്? एक बार मैं बैंक में अपना हिसाब खोलने के लिए गया. क्लर्क मुझसे सवाल पूछता जाता था और पासबुक में दर्जा करता था. मैंने देखा उनका अक्षर दरअसल बहुत अच्छे हैं. मैंने फौरन कहा, जरा पासबुक दिखाइए तो, आपकी लिपि बहुत सुंदर दिखती है. और उसे नज़दीक से देखकर मैंने कुछ मन ही मन और जोर से कहा, ब्यूटीफुल. उस क्लर्क का चेहरा प्रसन्नता से खिल उठा. ഇതിനെ എന്ത് ചെയ്യുക? കണ്ടന്റിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ചുരുക്കി 1-2 സെന്റൻസിൽ എഴുതുക. ഇപ്പോൾ എഴുതാം. बैंक के क्लर्क बैंक में गया तो बैंक के क्लर्क उनके अक्षर की सुंदरता के बारे में उनसे मैंने कहा, तब सुंदरता के बारे में उनसे कहा, तब ക്ലർക്ക് का चेहरा प्रसन्नता से खिल उठा. സംഭവം എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചുരുക്കി എഴുതാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടണ്ട. കണ്ടന്റ് എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചെറുതായിട്ട് 1-2 സെന്റൻസിൽ എഴുതിയാൽ മതിയാകും. ഓക്കെ, कल आपको दफ्तर पहुंचाकर लौटा तो पेशाब बंद हो गया था. अस्पताल ले जाते समय उनके रास्ते में ही दम तोड़ दिया था. यात्री असलम की मृत्यु की खबर सुनकर दफ्तर पहुंचता है और अपनी सहेली से बातें करता है. यात्री और सहेली के बीच का वार्तालाप तैयार करें. എന്താണ്? യാത്രി അസ്ലമിൻ്റെ മൃത്യുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്കും യാത്രി ഓഫീസിലേക്ക് പോവുകയാണ്, ദഫ്തറിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ തൻ്റെ കൂട്ടുകാരിയായിട്ട് എന്ത് ചെയ്യാണ്? ഈ ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ്. വാർത്താലാപ്, കോൺവെർസേഷൻ, സംസാരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം യൂസ് ചെയ്തിരിക്കുക, എന്തൊക്കെയായിരിക്കാം സംസാരിച്ചത് എന്നുള്ള രീതിയിൽ ഒരു വാർത്താലാപ്, ഒരു കോൺവെർസേഷൻ റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇപ്പോൾ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം വളരെ വിഷമത്തിരിക്കുമ്പോൾ സഹേലി ചോദിച്ചു കാണും, ക്യാ ഹുവാ,
क्या बात है, क्यों इतना उदास है? അപ്പോൾ യാത്രി പറഞ്ഞു കാലം मैं मुझे रोज यहाँ तक छोड़ने वाली वो असलम है ना रिक्शा वाला वो तो मर गया എന്ന് പറഞ്ഞാണോ അല്ലേ? അപ്പോൾ സഹേലി ചോദിച്ചിട്ടുണ്ടാകും, സഹേലി ബി ഷോക്ക് സാ ഹുआ होगा അല്ലേ? അയാൾ അവരും ഇന്നലെ കൂടി കണ്ടതാണല്ലോ എന്നുള്ള മട്ടിൽ ആകെ ഷോക്ക് ആയിട്ടുണ്ടാകാം. എന്നിട്ട് യാത്രി പറഞ്ഞു കൽ ഹി ഹുआ था उसकी मृत्यु कल ही हुआ था. तो സഹേലി ചോദിക്കാം क्या क्या वजह क्या थी क्या हुआ था उसे कोई बीमार उसके कुछ बीमार हुई है क्या എന്ന് ചോദിക്കാം. അപ്പോൾ യാത്രി പറയാം उसके दोनों गुर्दों में खराबी थी. അങ്ങനെ ഘടന നമുക്കറിയാലോ. കഥയെ സ്റ്റോറിയെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോൺവെർസേഷൻ ആയിട്ട് അങ്ങോട്ട് നീട്ടി എഴുതുക. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിൽ കോൺവെർസേഷൻ ആയിട്ട് എഴുതുക. ഓക്കെ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നേക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 27. जब गरीब विद्यार्थी $20 लौटाने के लिए फ्रैंकलिन के पास गया तब उन्होंने कहा आप इसे अपने ही पास रखिए और जब आपके पास कोई ऐसा ज़रूरतमंद आए तो उसे यह दे दीजिए. गरीब विद्यार्थी की उस दिन की डायरी तैयार करें അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് വിദ്യാർത്ഥി എന്ത് ചെയ്യാണ്, സഹായം ചോദിച്ചു. അദ്ദേഹം $20 കൊടുത്തു. അത് തിരിച്ച് കയ്യിൽ വന്നപ്പോഴത്തേക്കും, തിരിച്ചു കൊടുക്കാൻ വിദ്യാർത്ഥി പോകുമ്പോഴത്തേക്കും ഫ്രാങ്ക്ലിൻ എന്താണ് പറയുന്നത്, തുമാരി പാസ് ഹി രഖോ തും ക്യാ കർനാ ചാഹിയെ കൽ കോയി ജറൂരത്മന്ദ് തുമാരേ പാസ് ആയേഗി തോ ഉസേ ദേ ദേനാ. അടുത്ത ഏതെങ്കിലും ഒരു അത്യാവശ്യക്കാരൻ നിന്റെ അടുത്ത് നാളെ വരികയാണെങ്കിൽ അവർക്ക് നൽകുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ വിദ്യാർത്ഥി ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഒരു ഡയറി എഴുതുകയാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോഴുള്ള ഫോർമാറ്റ് മെയിനായിട്ടും ശ്രദ്ധിക്കുക. ഫോർമാറ്റിന് സ്പെഷ്യലി മാർക്ക് ഉണ്ട്. ഈ 8 മാർക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഒരു ഭാഗം ഫോർമാറ്റിനുള്ള മാർക്കാണ്. ഓക്കെ, ഫോർമാറ്റ് ഏറ്റവും മുകളിൽ തന്നെ ആരുടെ ഡയറി ആണെന്നുള്ളത് എഴുതുക. അപ്പോൾ വിദ്യാർത്ഥിക്ക് ഡയറി എന്ന് നമ്മൾ എഴുതിയാൽ, എന്നിട്ട് അതിനുശേഷം നല്ലൊരു കോളം ഒക്കെ വരച്ചിട്ട് അതിൻ്റെ വലത്തെ സൈഡിലായിട്ട്, അതായത് റൈറ്റ് സൈഡിലായിട്ട് ഡേറ്റും ദിവസവും എഴുതുക. അതായത് ഇപ്പോൾ 5 മാർച്ച് 2021 സോമവാർ എന്ന് എഴുതുക, ഡയറി എഴുതുക. ഈ ഡയറി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് മേര, അപ്ന, മുജെ, മേരെ ലിയെ എന്നൊക്കെയുള്ള രീതിയിലുള്ള വേർഡ്സ്. എല്ലാം എന്നെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഞാൻ എഴുതുന്ന കാര്യങ്ങളല്ലേ, എനിക്കിങ്ങനെ പറ്റി, ഇന്നിങ്ങനെ സംഭവിച്ചു, ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി, എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലേ? അപ്പോൾ മേര, അപ്ന, മുജെ, മേരെ ലിയെ അങ്ങനെയുള്ള വിഭക്തി, അങ്ങനെയുള്ള സർവനാംസ് ഒക്കെയാണ് അവിടെ, സർവനാമാണ് യൂസ് ചെയ്യേണ്ടത്, പ്രൊനൗൺസ് ആണ് അവിടെ മാക്സിമം ഡയറിയിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിനെ എന്ത് ചെയ്യുക, മാക്സിമവും ഡയറി ചുരുക്കി എഴുതുക. ഒരുപാട് വലിച്ചു നീട്ടിയല്ലല്ലോ നമ്മൾ ഡയറി എഴുതുന്നത്, ചുരുക്കി എഴുതാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഫോർമാറ്റ്, കണ്ടന്റ് ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിൽ ഡയറി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 28. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28 എന്ന് പറയുന്നത് വഹ് കിസി അപരാധി की भांति सिर चुकाए रिक्शे के साथ साथ चल रहा था. यात्री असलम की मृत्यु के खबर सुनकर पश्चाताप से विवश होकर घर पहुंचता है और अपने मित्र को एक पत्र लिखता है. वह पत्र तैयार करे. തൻ്റെ കൂട്ടുകാരൻ എഴുതുന്ന ലെറ്റർ ആണ് അവിടെ എഴുതേണ്ടതെന്ന് പറയുന്നത്. ലെറ്ററിൻ്റെ ഫോർമാറ്റിന് അതിൻ്റേതായിട്ടുള്ള മാർക്സ് ഉണ്ട്. ലെറ്റർ ഫോർമാറ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ലെറ്റർ വരുമ്പോൾ അതിനുശേഷം ലെറ്ററിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 3 പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫിൽ ജസ്റ്റ് ഒരു അന്വേഷണം, സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പോലുള്ള ഒരു പാരഗ്രാഫ്. അതിനുശേഷം സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, ഇങ്ങനെ ഒരു ഘടന സംഭവിച്ചു എന്നുള്ളത് സ്വന്തം സുഹൃത്തിന് എഴുതുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അതിൽ വിവരിച്ച് സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതുക. തേർഡ് പാരഗ്രാഫിൽ ജസ്റ്റ് ഒരു ഫോർമാലിറ്റി എന്ന പോലെ മറ്റുള്ളവരുടെ അന്വേഷിച്ചതായിട്ട് പറയൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഫോർമാറ്റ് എപ്പോഴും ക്ലിയർ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഡ്രസ്സ്, ഡേറ്റ് ഇതൊക്കെ വെക്കുക. ഓക്കെ, ഇതാണ് ലെറ്ററിൻ്റേത്. വളരെ ഈസിയാണ്. ലെറ്റർ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. കണ്ടന്റ് അനുസരിച്ച് അത് മെൻഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. आपके विद्यालय के हिंदी क्लब द्वारा 15 अगस्त स्वतंत्रता दिवस पर देश प्रेम से संबंधित एक स्किट प्रतियोगिता का आयोजन हो रहा है. इसके लिए उचित പോസ്റ്റർ തയ്യാർ करें. ഒരു പോസ്റ്ററാണ് അടുത്ത ക്വസ്റ്റ്യൻ 29. അത് ഹിന്ദി ക്ലബിൻ്റെ, നിങ്ങളുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിൽ ഓഗസ്റ്റ് 15 സ്വതന്ത്ര ദിവസത്തിനെ ആസ്പദമാക്കി അന്നത്തെ ദിവസം അവിടെ ദേശപ്രേമത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു പോസ്റ്റർ റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ എഴുതുമ്പോൾ എപ്പോഴും ആലോചിക്കുക, അതൊരു കോളത്തിന്
കോളത്തിനകത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ പ്രോഗ്രാം ഏത് ദിവസത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഏതാണോ അതിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഹെഡിങ് നന്നായിട്ട് മുകളിൽ കൊടുക്കുക. സ്വതന്ത്ര ദിവസ് ദേശ് പ്രേം സെ സംബന്ധിത സ്കിറ്റ് എന്ന് കൊടുക്കുക. മുകളിൽ സ്വതന്ത്ര ദിവസ് മേ ദേശ് പ്രേം സെ സംബന്ധിത് സ്കിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂൾ നെയിം, നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കാം. അതിനുശേഷം സ്ഥലം എവിടെയാണ്, സ്കൂൾ സഭാപൻ അല്ലേ. പിന്നെ താരീഖ്, ഡേറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം സമയം, എത്ര സമയമാണെന്ന് കൊടുക്കുക. അതിനുശേഷം സബ്കാ സ്വാഗത് ഹിന്ദി ക്ലബ് സ്കൂൾ നെയിം, ഏത് സ്കൂളാണോ പേര് അത് എഴുതുക. സബ്കാ സ്വാഗത് എന്നുള്ളത് വളരെ വലുതാക്കി എഴുതുക. അതിൻ്റെ താഴെ ഹിന്ദി ക്ലബ്, ഇപ്പോൾ SNHSS എന്നുള്ളത് ഏത് സ്ഥലമാണോ അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഏതിൽ മെൻഷൻ ചെയ്യേണ്ടത്, പോസ്റ്ററിൽ മെൻഷൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പോസ്റ്റർ എപ്പോഴും ആകർഷകമായിട്ടുള്ള രീതിയിൽ വേണം പോസ്റ്റർ എഴുതാൻ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയാണ് പോസ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. नेक्स्ट क्वेश्चन नंबर 30। मान ले प्रकृति संरक्षण से प्रेरणा पाकर पौधों की एक नर्सरी खुल रही है। मान ले पौधों की एक नर्सरी खुल रही है। उस नर्सरी के लिए रंग बिरंगे फल फूल वाले पौधों की उस नर्सरी के लिए एक ആകർഷക വിജ്ഞാപനം തയ്യാർ കരേ. എന്താ പറയുന്നത്, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് റെഡിയാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് കോളത്തിലൊക്കെ തന്നെ വളരെ ഭംഗിക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വളരെ നീറ്റായിട്ട് കോളത്തിൽ തന്നെ ചെയ്യുക. അത് എഴുതാം, പ്രകൃതി സംരക്ഷൺ സെ പ്രേരണ പാക്കർ പൗധോं की नर्सरी ഹെഡിങ് ആയിട്ട് കൊടുക്കാം. വിശേഷതായും रंग बिरंगी फूल और फूल वाले पौधों से भरकर एक सुंदर अनुभव पाने के लिए आइए, कीमत में विशेष छूट पाइए, आइए खरीदिए अपने मनपसंद फूल वाले पौधों को। अधिक जानकारी के लिए कॉൾ करें, दूरभाष നമ്മുടെ മൊബൈൽ നമ്പർ. ഓക്കെ, നമ്മൾ ഈ രീതിയിൽ കോളത്തിനകത്ത് വളരെ ഭംഗിക്ക് എന്ത് ചെയ്യുക, വിജ്ഞാപനം അഡ്വർടൈസ്മെന്റ് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്പോൾ നിങ്ങൾ ആഡിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് सूचकों के आधार पर समाज में मजदूरों का शोषण विषय पर एक निबंध तैयार करें. സൂചനകൾ തന്നിരിക്കുന്ന സൂചനയെ അടിസ്ഥാനമാക്കി ഇന്നത്തെ തൊഴിലിൽ ഉണ്ടാകുന്ന ആ ഒരു ചൂഷണത്തിനെ എന്ന ആ ഒരു സമൂഹത്തിൽ ഇന്ന് തൊഴിലാളികളോടും അല്ലെങ്കിൽ തൊഴിലിൽ സംഭവിക്കുന്ന ആ ഒരു ചൂഷണത്തെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് ഒരു നിബന്ധ തയ്യാറെടുക്കാനായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് 31st ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ജനറലായിട്ട് ടോപ്പിക്കായിട്ട് തന്നെ ഒരുപാട് പോയിന്റ്സ് ഇതിൽ ആഡ് ചെയ്യാം. കൊടുത്തേക്കുന്ന സൂചനകൾ എന്ന് പറയുന്ന സമാജ് മേ മസ്ദൂറോं के സ്ഥാൻ, മസ്ദൂറോं का शोषण, कानून की अज्ञता, शिक्षा का अभाव, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളൊരു നിബന്ധ എഴുതണം. ഇപ്പോൾ കുറേ പോയിന്റ്സ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആജ് ബി ദേശ് മേ കം മജ്ദൂരി മീൻസ് വേതന കേട്ടോ, മജ്ദൂരി पर മജ്ദൂറോ ജോലിക്കാർ സേ കാം കരായ ജാത്താ ഹെ, ലേബറേഴ്സിനെ കൊണ്ട് കുറഞ്ഞ വേതനത്തിൽ ജോലികൾ ചെയ്യിപ്പിക്കുന്നു. യഹ് ബി മജ്ദൂरों का एक प्रकार से शोषण ही है. आज भी मजदूरों से फैक्ट्रियों या प्राइवेट कंपनियों द्वारा पूरा काम लिया जाता, लेकिन उन्हें मजदूरी के नाम पर बहुत कम मजदूरी पकड़ा दी जाती है, जिससे मजदूरों को अपने परिवार का खर्चा चलाना मुश्किल हो जाता है. पैसों के अभाव से मजदूर के बच्चों को शिक्षा से वंचित रहना पड़ता है. भारत में अशिक्षा का एक कारण मजदूरों का कम मजदूरी दिया जाना भी है. അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് സെന്റൻസ് നമ്മുടെ കൈ കിട്ടുന്ന സെന്റൻസുകളെല്ലാം നമുക്ക് ഇന്നത്തെ ഈ സമൂഹത്തിൽ അവരോട് കാണിക്കുന്ന ഈ ഒരു ചൂഷണത്തിനെതിരെ നമ്മൾക്ക് പറയാനുള്ളത്, അവർക്ക് ഏതൊക്കെ രീതിയിലാണ് ചൂഷണങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രീ ഹിറ്റ് എന്ന് പറയാനായിട്ട്. ഇതിൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ. ഫോക്കസ് ഏരിയയിൽ അല്ലെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് 8 മാർക്ക് നമുക്ക് തരുന്ന ഫ്രീ ഹിറ്റാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32, സഹി മിലാൻ കരെ, അനുയോജ്യമായിട്ടുള്ളത് യോജിപ്പിക്കുക. ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സഞ്ചിക. സേവ് എന്ന് പറഞ്ഞാൽ സഹേജെ. ഷെയർ സാഞ്ചാ കരെ. ട്രാഷ് കൂടേദാൻ. ഇൻപുട്ട് അന്തർപാത്. सर्च खोज. कैंसल रद्द करें. इंटरनेट
अंतर्जाल. Okay. नेक्स्ट क्वेश्चन नंबर 33. डेंगू की रोकथाम के लिए प्राथमिक स्वास्थ्य केंद्र, डेंगू की रोकथाम के लिए प्राथमिक स्वास्थ्य केंद्र की ओर से की गई कार्रवाइयों की जानकारी प्राप्त करने के लिए सार्वजनिक सूचना अधिकारी स्वास्थ्य विभाग കേരൾ के नाम एक सूचना अधिकार പത്ര തയ്യാർ कीजिए. ഞാൻ ആ ചാപ്റ്ററിലും തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതാണ് സൂചനാ के अधिकार अधिनियम എന്ന ചാപ്റ്ററിലെ സൂചനാധികാർ പത്രം. എന്തായാലും ചോദിക്കും ഫോക്കസ് ഏരിയയിൽ, അല്ലെങ്കിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ചുകൂടാത്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷനും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇതും നോക്കി വെച്ചേക്കാം. ഓക്കെ, അതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനെ ബേസ് ചെയ്ത് തന്നെ എഴുതുക. സ്റ്റാമ്പ് പതിപ്പിക്കുക. 10 രൂപയ്ക്ക് സ്റ്റാമ്പ് വേണം റൈറ്റ് സൈഡിലായിട്ട്, അത് ഓർമ്മിച്ച് ചെയ്യുക. പ്രേക്ഷക് ഫസ്റ്റ്, സേവാമേം സെക്കൻഡ്, പിന്നെ മഹോദയ്, അത് കഴിഞ്ഞ് വിഷയ്, സന്ദർഭ്, പിന്നെ മാംഗി ഗയി സൂചന കാ വിവരൺ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്നെ കൊടുക്കുക താഴോട്ട്. അതിനുശേഷം നിങ്ങൾ എന്താണ് ഭവതീയ ഹസ്താക്ഷർ, പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലാസ്റ്റ് ഡേറ്റ്. ഇത്രയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ ഇതിൽ തന്നെ ഉണ്ട് എല്ലാം. പ്രേക്ഷകൻ്റെ അഡ്രസ്സും സേവാമേമിൻ്റെ അഡ്രസ്സും ഇതിൽ തന്നെ ഉണ്ട്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സാണ്, ഫ്രം അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയമേ എഴുതാൻ പറ്റും ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് എഴുതുക. പിന്നെ സേവാമേമി അഡ്രസ്സ് ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ മഹോദയ എന്ന് പറഞ്ഞാൽ നമ്മൾ സംബോധന ചെയ്തുകൊണ്ടുള്ള മഹോദയ എന്നുള്ള സംബോധനയാണ് കേട്ടോ. പിന്നെ വിഷയം ഏതാണ് വിഷയം, ഈ വിഷയം കൊടുത്ത് ഡെങ്കു की रोकथाम के लिए प्राथमिक स्वास्थ्य केंद्र की डेंगू की रोकथाम की जानकारी से संबंधित എന്നെഴുതാം വിഷയം. പിന്നെ സന്ദർഭം എന്ന് പറയുന്നത് സൂചന അധികാർ അധിനിയം എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ മാംഗി ഗയി സൂചന കാ വിവരൺ, എന്തൊക്കെയാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിനെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണം. 1 2 3 ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഭവതീയ ഫെയ്ത്ത്ഫുള്ളി എന്നുള്ള രീതിയിൽ ഭവതീയ ഹസ്താക്ഷരം കൊടുക്കുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ അതിൻ്റെ ഡേറ്റും കൊടുക്കുക. അതോടുകൂടി ഈ ഒരു സംഭവം റെഡിയായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34 എന്ന് പറഞ്ഞാൽ किसी एक मनपसंद फिल्म की समीक्षा करें. कथासार, निर्देशक की क्षमता, പത്രവും का അഭിനയ സമഗ്രത. ഞാൻ ഓൾറെഡി ആ ക്ലാസ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു 8 മാർക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് ഫിലിമി സമീക്ഷ. നിങ്ങൾക്ക് ഏത് ഫിലിം വേണമെങ്കിലും പഠിച്ചിട്ട് പോകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇനി ബ്ലാക്ക് ഫിലിം തന്നെ പഠിച്ചിട്ട് പോകണോ, അതിൻ്റെ സമീക്ഷ തന്നെ പഠിച്ചിട്ട് പോകണോ, എളുപ്പമാണ്. അങ്ങനെ പഠിച്ചിട്ട് പോവുക, പോയി അതേപടി എഴുതി വെക്കുക. 8 മാർക്സ് ഉറപ്പാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ തന്നെ കുറേ ഫ്രീ ഹിറ്റ്സ് ഉണ്ട്. നമുക്ക് ചുമ്മാ കിട്ടുമെന്ന് ഉറപ്പുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഉറപ്പിച്ചിട്ട് പോവുക. അത് ഉറപ്പിക്കുമ്പോൾ തന്നെ ഏകദേശം കുറേ മാർക്ക് നമ്മുടെ കയ്യിലായി. പിന്നെ ബാക്കിയുള്ളത് ഫോക്കസ് ഏരിയ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. അപ്പോൾ A+ സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരുന്നിരിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിസ്കഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ജനറൽ ക്വസ്റ്റ്യൻസിനെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ആയിരുന്നു പറഞ്ഞത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതാം. നമുക്കിപ്പോൾ ഒരാൾക്കുള്ള ആശയം തന്നെ അങ്ങനെ എഴുതണം എന്നല്ല, ഒരുപാട് ആശയങ്ങൾ എല്ലാ കാര്യത്തിനും. ലെറ്റർ റൈറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ ഫോർമാറ്റ് ശ്രദ്ധിക്കുക, അതാണ് മെയിൻ. അതിനുശേഷം കണ്ടന്റ് നിങ്ങളുടെ അനുസൃതമായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിലുള്ള എല്ലാ കണ്ടന്റ്സും എഴുതാം. 3 പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ ലേഖനം എഴുതുമ്പോൾ അതിന് അതിൻ്റെതായ രീതിക്ക് എഴുതുക. ഡയറി, പിന്നെ സമീക്ഷാ ലേഖൻ, പിന്നെ സൂചനാ കാ അധികാർ അധിനിയം, പത്രലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. വാർത്താലാപ് കോൺവെർസേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ആ ഒരു രീതികളെ ശ്രദ്ധിക്കുക. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജനറൽ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ഡീപ്പായിട്ട് നിങ്ങൾ നോക്കി വെക്കുക, എല്ലാ ഫോർമാറ്റുകളും നോക്കി വെക്കുക. ബാക്കിയൊക്കെ ഓൺവേർഡ്സ് ഒക്കെ എഴുതാൻ അറിയുന്ന കുട്ടികൾ വളരെ ഈസി ആയിട്ട് എഴുതിയെടുക്കാവുന്ന ടോപ്പിക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന മറ്റു കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.